എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് പയറ്റി നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നോമിന് തോന്നുന്നത്. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJP പോലും ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് പിണറായിയെയാണ്. നാളെ എങ്ങാനും ഇന്ത്യ ഭരണം പിടിക്കുമെന്ന പേടി കൊണ്ടായിരിക്കുമോ എന്തോ ഇപ്പോൾ പിണറായിയെ തീർത്തു കളയാനാണ് RSSന്റെ ഉത്തർപ്രദേശിലെ ഒരു നേതാവ് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു ഇട്ടാവട്ടം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഇവർക്ക് ഇത്ര പേടിയാവുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണോ എന്തോ. മംഗലാപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞത് മുതലാണ് പിണറായിക്ക് ഈ വധഭീഷണി തമാശയൊക്കെ വന്നു തുടങ്ങിയത്. കെ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും എല്ലാം ചേർന്ന് പിണറായിയെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ അത്രയ്ക്കങ്ങ് ഏശിയില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് കുന്ദൻ ചന്ദ്രാവത് എന്ന നേതാവിനെ ഇറക്കി പിണറായിയെ പേടിപ്പിക്കാൻ നോക്കുന്നത്. പിണറായിയുടെ തല കൊയ്യുന്നവർക്ക് ആശാൻ 1 കോടി രൂപ കൊടുക്കുമത്രേ. പിണറായി വിജയന്റെ ഒരു രോമം പോലും തൊടാൻ RSSകാർക്ക് കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. RSSകാർ CPMനോട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ RSSകാരെ CPM കളി പഠിപ്പിക്കും. കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്ര നേതാക്കളെ എന്തൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ. ഞങ്ങളുടെ നാട്ടിൽ പിണറായി എന്നും പറഞ്ഞൊരുത്തനുണ്ട്, ഹോ ആളെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്നൊക്കെയായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് നേതാക്കൾ പിണറായി മംഗലാപുരത്ത് കാല് കുത്തിയാൽ ആ കാല് വെട്ടിക്കളയാനായിരുന്നു അത്രേ പ്ലാനിട്ടിരുന്നത്. പക്ഷേ പിന്നെ എന്തു പറ്റിയോ എന്തോ. എന്താണ് സംഭവിച്ചതെന്ന് V മുരളീധരൻ പറഞ്ഞത്. കർണാടക, അതായത് ദക്ഷിണ കന്നഡ ജില്ലയാണ് അവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. മംഗലാപുരത്തെ MP നളിൻ കട്ടീൽ അദ്ദേഹം തലേ ദിവസം വളരെ വ്യക്തമായിട്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അവിടെ ഹർത്താൽ നടത്തുന്നു. അതിനപ്പുറത്ത് ഈ നാട്ടിൽ ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പണ്ട് ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ദക്ഷിണ കന്നഡ ജില്ലയിൽ പിണറായി വിജയനെ തടയണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. കാരണം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ടല്ലേ അവിടെ ആ പരിപാടി നടത്തി. അതാണ് കാര്യം, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. പ്രതികാരം ചെയ്യണമെന്ന് മുരളീധരനും സംഘവും ശരിക്കും വിചാരിക്കാത്തത് കൊണ്ടാണ്. ശരിക്കും വിചാരിച്ചാലുണ്ടല്ലോ. വിചാരിച്ചാൽ കഴിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ വിചാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചാൽ പലതും സാധിക്കും. ഞങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടൊന്നല്ല. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല പോലും കോടിയേരിക്ക്. കാരണം ഫ്രീ ആയി പിണറായിയുടെ മംഗലാപുരം പരിപാടിക്ക് RSSകാർ ഇത്ര പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുമെന്ന് കോടിയേരി കരുതിയിരുന്നില്ല. കർണാടകത്ത് പോയിട്ടൊരു BJP നേതാവ് പറഞ്ഞു, ഈ മംഗലാപുരത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചു, വലിയ ജനങ്ങൾ കൂടി. ഏതായാലും ഒരു കാര്യത്തിൽ ഈ BJPക്കാരോട് നമുക്ക് ഇപ്പോൾ തോന്നുമ്പോൾ ആ പൊതുയോഗം ഇത്രയധികം പബ്ലിസിറ്റിയുള്ളൊരു പൊതുയോഗമാക്കി മാറ്റിയത് ഈ BJPക്കാരാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എവിടെ പോകും, പൊതുയോഗത്തിൽ പങ്കെടുക്കും. കർണാടകത്തിലെ നമ്മുടെ സ്വാധീന ശക്തി അനുസരിച്ച് ആളുകൾ കൂടും. ഇത് പാർട്ടി കണക്കാക്കിയതിനേക്കാളെല്ലാം 10 മടങ്ങ് ആളാണ് മംഗലാപുരത്ത് കൂടിയത്. ഇതിനേക്കാളും കോടിയേരിയെ ചിരിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്. കോൺഗ്രസും RSSും രാത്രിയാകുമ്പോൾ പരസ്പരം ഉടുപ്പ് മാറുന്നതിനെ പറ്റി ഓർത്താണ് അത്. കേട്ടുനോക്ക്. ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ മീറ്റിങ്ങിൽ പോയാൽ പിറ്റേ ദിവസം BJPയുടെ മീറ്റിങ്ങിൽ പോകണമെന്നില്ല. 2 കൂട്ടരും പറയുന്ന ഒന്ന്. BJPയുടെ യോഗത്തിൽ പോയാൽ പിറ്റേ ദിവസം കോൺഗ്രസിന്റെ മീറ്റിങ്ങിൽ പോകണ്ട, ഏതെങ്കിലും ഒരു യോഗത്തിൽ പോയാൽ മതി. ഇത് ഈ 2 പാർട്ടിക്കാർക്ക് ഇപ്പോൾ ഒരു സൗകര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ കുമ്മനം രാജശേഖരൻ ഒരു പ്രസ്താവന ചെയ്താൽ വൈകുന്നേരം അതേ പ്രസ്താവന VM സുധീരനും ചെയ്യും. VM സുധീരൻ രാത്രി ഒരു പ്രസ്താവന ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ കുമ്മനം അതേ പ്രസ്താവന ചെയ്യും. ഇതാണ് AK ആന്റണി പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഗ്രസ്, രാത്രി BJP. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് AK ആന്റണി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു. വൈകുന്നേരം വരെ ഇടാൻ കോൺഗ്രസ്സുകാർക്ക് കതർ വസ്ത്രം, രാത്രി ഇടാൻ കാവി. ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ അടുത്ത് പോയാൽ 2 വസ്ത്രം കാണാം, ഒന്ന് കതറും ഉണ്ട് കാവിയും ഉണ്ട്. രാത്രി കാവി, പകല് ഖത്തർ. ഈ തരത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥ അതിവേഗം ഇവിടെ വളർന്നു വരികയാണ്. സർക്കാരിനെതിരായ ശക്തമായ സമരങ്ങൾ ചെയ്യാൻ ഉഷാറായി രംഗത്തിറങ്ങാൻ പോവുകയാണത്രേ BJP. നമ്മുടെ V മുരളീധരന്റെ നേതൃത്വത്തിലാണ്
സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള പ്രധാന കാരണം ഈ സർക്കാർ ഭയങ്കര കള്ളം പറച്ചിലായതുകൊണ്ടാണ്. എന്തു ചോദിച്ചാലും ഇപ്പോൾ സർക്കാർ കേന്ദ്രത്തിന്റെ നോട്ട് നിരോധനത്തെ കുറ്റം പറഞ്ഞ് നടക്കുകയാണത്രേ. കഷ്ടമുണ്ട്. നാളെ തോമസ് ഐസക് പറയാൻ പോകുന്നത് നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഈ കുഴപ്പമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസമായിട്ട് എന്ത് സംഭവിച്ചാലും തോമസ് ഐസക് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ തലയിലാണ് കെട്ടിവെക്കുന്നത്. കണ്ടല്ലോ, അപ്പോ ശരിക്കും കുറ്റക്കാർ ഈ സംസ്ഥാന സർക്കാരാണ്. പിന്നെ കേന്ദ്രം നല്ലതല്ലാതെ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? കേന്ദ്രം ചെയ്യുന്ന നന്മ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ തന്നെ ഗ്യാസിന്റെ വില കൂട്ടി. അതുകൊണ്ടുണ്ടാവുന്ന നന്മയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, എന്താ വാർത്ത? പാചകവാതകത്തിന്റെ വില കൂട്ടിയിരിക്കുന്നു. ആരാ പാചകവാതകത്തിന്റെ വില കൂട്ടുന്നത്? കേന്ദ്ര ഗവൺമെന്റ്. നാളെ മാർക്സിസ്റ്റ് പാർട്ടി, എനിക്ക് ഉറപ്പുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാചകവാതകത്തിന്റെ വില കൂട്ടിയതിനെതിരായിട്ടൊരു സമരം നടത്തും. കണ്ടോ, വെറുതെ നമ്മൾ മോദിജിയെ സംശയിച്ചു. അടിക്കടി മോദിജി ഇങ്ങനെ പെട്രോളിനും ഗ്യാസിനും ഒക്കെ വില കൂട്ടുന്നത് പാവങ്ങളെ സഹായിക്കാനാണ്. ഇതൊന്നും തിരിച്ചറിയാത്ത നമ്മൾ കൺട്രി ഫെലോസ്. നരേന്ദ്രമോദിയുടെ സർക്കാർ ആരുടെ പാചകവാതകത്തിന്റെ വില ആർക്കാ കൂട്ടിയിരിക്കുന്നത്? ഈ നാട്ടിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ. നാട്ടിലെ പാവപ്പെട്ടവരുടെ അവർക്ക് അർഹമായിട്ടുള്ള പാചകവാതകത്തിന്റെ വില കൂടിയിട്ടില്ല. സബ്സിഡി ഇല്ലാത്തവർക്ക് വില കൂട്ടിയിട്ടില്ല. സംശയമുണ്ടോ എന്ന് പറഞ്ഞാൽ സബ്സിഡി ആവശ്യമില്ലാത്തവർക്ക് സബ്സിഡിയുള്ള പാചകവാതകത്തിന്റെ കുറ്റിയാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. മോദിജിയും മുരളീധരനുമൊക്കെ ഇങ്ങനെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഓരോ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ വൃത്തികെട്ട പത്രക്കാരെന്താ ചെയ്യുന്നത്? ശുദ്ധ നുണ എഴുതി വെച്ച് മോദിജിയെ മക്കാറാക്കുകയല്ലേ? കഷ്ടമല്ലേ ഇത്? പത്രങ്ങളുടെ വാർത്തയിലെ ഹെഡിങ്ങിൽ പാചകവാതകത്തിന്റെ വില കൂട്ടി 86 രൂപ വില കൂട്ടിയിരിക്കുന്നു എന്ന് വാർത്ത മാത്രം വായിക്കുന്ന ആളുകൾക്ക് തോന്നും എല്ലാവർക്കും വില കൂടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സർക്കാരാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സർക്കാരാണ്. ഈ നാട്ടിൽ അധ്വാനിക്കുന്നവരുടെ സർക്കാരാണ്. അതുകൊണ്ട് അവരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇന്ധനത്തിന്റെ വില അടിക്കടി കൂട്ടുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണെന്ന സത്യം BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വി മുരളീധരൻ ജിക്ക് മനസ്സിലായത്. അതിനു മുൻപ് ചിന്തിച്ചിരുന്നത് നേരെ തിരിച്ചായിരുന്നു. അന്ന് പെട്രോൾ വില വർധനവിനെതിരെ നടത്തിയ സമരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ മുരളീധരൻ ജിക്ക് ചിരി വരും. മുരളീധരൻ ജിക്കൊക്കെ ഉണ്ടായ തിരിച്ചറിവ് പക്ഷേ മറ്റു പല നേതാക്കൾക്കുമില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക്. പണ്ട് ഭരിച്ചിരുന്നപ്പോൾ ഇന്ധനവില കുത്തനെ കൂട്ടിയപ്പോൾ അവരും വിചാരിച്ചു ഇത് നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയാണെന്ന്. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബിന്ദു കൃഷ്ണയൊക്കെ ഇന്ധനവില എന്ന് കാറിക്കൊണ്ട് ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ വെറൈറ്റി ആയി ചെയ്താലേ ആളുകൂടൂ. അപ്പോഴേ അത് പ്രധാനമന്ത്രിയുടെ ചെവിയിലെത്തൂ. എത്തിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാലും അതാണ് നാട്ടു നടപ്പ്. സബ്സിഡി അടക്കം വെട്ടി കുറച്ചുകൊണ്ട് സബ്സിഡി ഉപേക്ഷിക്കാൻ പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണവും ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ എത്രയോ കാലമായി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഈ രാജ്യത്തെ വീട്ടമ്മമാർ പേടി സ്വപ്നം കണ്ടുണരുകയാണ്. ആ സമയത്താണല്ലോ നരേന്ദ്രമോദി ഉണർന്നിരുന്ന് ഗ്യാസിന്റെ വില കൂട്ടുന്നത്. ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും ഒക്കെ കൂട്ടുന്നത് അർദ്ധരാത്രിയാണ്. PC ഉള്ളതുപോലെ പറയുന്ന ഒരു നേതാവാണ്. ചോറ് കിട്ടാതിരുന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന PC ആളുകളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് സ്നേഹിച്ചു കളയും. നമ്മുടെ G. സുധാകരൻ മന്ത്രിയോടാണ് ഇപ്പോൾ PC-ക്ക് സ്നേഹം. PC ജോർജ് സർ, ഈ സഭയും കേരളത്തിലെ ജനങ്ങളും അങ്ങേ അഭിനന്ദിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നില്ല. കാരണം അങ്ങ് ഒരു അഹങ്കാരി ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, ഞാനും അങ്ങേ അഭിനന്ദിച്ചേരി. സാർ, ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ പറഞ്ഞതിലൊരു അഭിനന്ദനുണ്ട്. അത് പറഞ്ഞോട്ടെ. കേട്ടില്ല. ആ പറഞ്ഞതിലൊരു അഭിനന്ദനുണ്ട്. ഉണ്ടെന്ന് അഭിനന്ദിക്കുകയാണ്. എല്ലാവരും അഭിനന്ദനം എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വേണ്ടെന്നേ ഉദ്ദേശിച്ചു. സാർ, സത്യത്തിൽ സാർക്ക് PWD ലേഖം ഇപ്പോൾ അദ്ദേഹം ഒരു ഈജൻ തൊഴുത്ത് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ജോലി അത്ര നിസാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. PC-യുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന G. സുധാകരൻ മന്ത്രി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി സഭയിലെ മറ്റു ചില വർത്തമാനങ്ങളാണ്. TV രാജേഷിന്റെയും രാജു എബ്രഹാമിന്റെയും പ്രകടനം കാണാം. എന്താ സാർ
എന്താ സാർ എന്റെ 1 മിനിറ്റ് പോയി. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത്? എന്താ സാർ ഇങ്ങനെ? സാർ മോസ്റ്റ് സീനിയർ മെമ്പർ അല്ലേ സാർ? സാറിന് ഈ ചട്ടങ്ങൾ അറിയില്ലേ സാർ? ഇതെന്താ സാർ ഒരു കന്നി മെമ്പറെ പോലെ? മെമ്പറെ പോലെ എന്താ സാർ? പ്ലീസ് രാജു എബ്രഹാം പ്ലീസ്. സാർ എനിക്ക് സംരക്ഷണം തരണം. സാർ മഴ പെയ്യാത്തതിന്റെ പേര് ഞങ്ങളുടെ അങ്ങ് മാത്രമാണ് ഇവിടെ പ്രതീക്ഷ. എന്റെ 1 മിനിറ്റ് എനിക്ക് തിരിച്ചു തരണം.